സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആൻഡ് റിവിഷൻ ഇങ്ങനെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന കാര്യമുണ്ട്, സാറേ നമുക്ക് ഈ ഇക്വേഷൻ നോട്ട്സ് അല്ലെങ്കിൽ എന്താ പറയുക ഷോർട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ? ചില ആൾക്കാരൊക്കെ പറയും ഞാൻ ഇതുവരെ ഷോർട്ട് നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഞാൻ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ചിട്ടാണ് പോകണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആയ നോട്ട് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണോ വേണ്ടോ എന്നുള്ളവരൊക്കെ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണോ അതോ വേണ്ടയോ, ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനിയുള്ള സമയം കൊണ്ട് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ അവസാനം വരെ കാണേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് എങ്ങനെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളവരും നിങ്ങൾക്ക് മനസ്സിലാവുക. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് അടിപൊളി വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ടാവും. സോ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണോ വേണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ആഴ്ചയിൽ നമുക്ക് വളരെയധികം ഉപകരിക്കുന്ന സാധനമായിരിക്കും നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഷോർട്ട് നോട്ട്സ്. കാരണം നമുക്കറിയാൻ പറ്റും നമുക്കൊരു ഒരുപാട് പേജസ് വായിക്കാനുണ്ട്. ഇപ്പോൾ NCERT പുസ്തകത്തിലാണെങ്കിൽ ബയോളജിയും കെമിസ്ട്രിയും നമുക്ക് മുഴുവനായിട്ട് വായിക്കാനുണ്ട്. ഫിസിക്സിൻ്റെ കുറേയൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാം കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1000-ന് മുകളിൽ പേജസ് ഉണ്ട്. ഈ എല്ലാ പേജസും കൂടി തലേ ദിവസം നോക്കി തീരുക അല്ലെങ്കിൽ തലേ 2 ദിവസം കൊണ്ട് നോക്കി തീരുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോസിബിൾ ആണ്, നടക്കാത്ത കാര്യമാണ്. സോ ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക നമ്മളിങ്ങനെ ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ചെറിയ നോട്ട് ബുക്കുകൾ കാര്യങ്ങളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. നമുക്ക് ആ ഒരു ബുക്കിൻ്റെ ഉള്ളിലുള്ള ഓരോ പേജസിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരോ ചാപ്റ്റർ നമുക്കിങ്ങനെ റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. സോ ഷോർട്ട് നോട്ട്സ് വേണോ വേണ്ടോ എന്നുള്ളതിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ വളരെയധികം നല്ലൊരു സാധനമാണ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഇക്വേഷൻ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ ഇതുവരെ നോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യുക, ഇനി മുതലുള്ള സമയത്ത് ആകെ 2.5 മാസം മുന്നിലേക്കുണ്ട്, ഈ സമയത്ത് ഞാനിരുന്ന് നോട്ട്സ് ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആൻഡ് അതിനും നമ്മുടെ കയ്യിൽ കൃത്യമായ ഉത്തരമുണ്ട്. നിങ്ങൾ ഇനിയുള്ള സമയത്ത് നോട്ട്സ് ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇരുന്ന് ചെയ്യാന്നല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോപ്പയിൽ തന്നെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, നമ്മുടെ റെസിഡൻഷ്യൽ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, സാറേ ഞാൻ രാവിലെ മുതൽ നോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഇതുവരെ എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ്. അത് ആ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഒരുപാട് പേര് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വലിയ മണ്ടത്തരാണ് അത് ചെയ്യുന്നത്. നമ്മൾ രാവിലെ മുതൽ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് ആ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ പറ്റില്ല. അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് +1 ഫിസിക്സിൻ്റെ പുസ്തകമാണ്, പാർട്ട് 1 പുസ്തകമാണ്. സോ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും നമ്മളിങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പഠിക്കുക, നമ്മളിത് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളിരിക്കുക, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിരിക്കുക. നമ്മളിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുസ്തകത്തിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു സാധാരണ പേന ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്കെച്ച് പേന ഉപയോഗിച്ചിട്ട്, പേനയിലോ നമ്മൾ എഴുതുന്ന ബുക്കിൻ്റെ വൃത്തിയിലോ ഒന്നും വലിയ പ്രസക്തിയില്ല, അത് ഉപയോഗിച്ചിട്ട് ആ ഒരു ഒറ്റ പോയിന്റ് മാത്രം നമ്മുടെ ആ ബുക്കിലേക്ക് ഒന്ന് എടുത്ത് എഴുതി വയ്ക്കുക. അത് വളരെ ഭംഗിയിൽ വൃത്തിയിൽ എഴുതണം, ബോർഡർ വരയ്ക്കണം, പല കളർ അടിക്കണം എന്നൊന്നും ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഭയങ്കര സിമ്പിളായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്ത് പോവുക. കുറച്ച് നേരത്തിന് ശേഷം, അതായത് നമ്മളൊരു 10-20 മിനിറ്റ് വായിച്ചതിന് ശേഷം നമുക്ക് ചിലപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അല്ലെങ്കിൽ ഇത് മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് എന്നൊക്കെ തോന്നുന്ന ഒരു പോയിന്റ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ആ പോയിന്റ് എഴുതുക. നമ്മൾ വായിക്കുന്ന എല്ലാ പോയിന്റും അണുവിടാതെ എഴുതുക എന്നുള്ളതല്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നും തോന്നുന്ന അല്ലെങ്കിൽ മറക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ മാത്രം എഴുതി വയ്ക്കുക. സോ നമ്മൾ 2-3 മണിക്കൂർ കൊണ്ട് ഒരു സ്റ്റഡി സെഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നമ്മുടെ ഈ ഒരു ബുക്കിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടാവും. ആൻഡ് ലേറ്റർ ഓൺ പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ പുസ്തകത്തിൻ്റെ ഒപ്പം തന്നെ ഈ ബുക്ക് റിവൈസ് ചെയ്ത് പോവുക. രണ്ടാമത് തവണ പഠിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻസിൻ്റെ മേളിൽ കൂടി ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ പെന്നുകൊണ്ട് അണ്ടർലൈൻ ചെയ്യുക, അങ്ങനെയൊക്കെ അണ്ടർലൈൻ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വേണ്ടത്. സോ ഫൈനലി നമുക്ക് വേണ്ടത് നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം വളരെ ഭംഗിയുള്ള ഒരു ഇക്വേഷൻ ബുക്ക് അല്ല വേണ്ടത്. അതിനുള്ളിൽ നമ്മുടെ കണ്ടൻസ് ഒക്കെ ഉള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം വേണ്ടത്. അത് ഭംഗിയിൽ സൂക്ഷിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ ഉപയോഗിച്ച് പഴകിയ കുറേ പേജൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ഒരു ഇക്വേഷൻ ബുക്ക് ആണെങ്കിൽ അവസാനത്തെ ദിവസം നമ്മുടെ കയ്യിൽ അതാണ് വേണ്ടത്. അപ്പോൾ അതിൽ വളരെ ഭംഗി എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ഈ കണ്ടന്റ് ഇങ്ങനെ ചെയ്തു പോകുന്നതിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഇമ്പോർട്ടൻസ്. സോ അത്തരത്തിലുള്ള ഇക്വേഷൻ ബുക്ക് ഫൈനലി നിങ്ങളുടെ നീറ്റ് എക്സാമിന് മുന്നേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് വളരെ ഭംഗിയിൽ എഴുതിയ ഒരു ഇക്വേഷൻ ബുക്ക് അല്ല, ഒരുപാട് ഉപയോഗിച്ച് പഴകിയ കുറച്ച് പേജൊക്കെ കീറിയ അങ്ങനത്തെ ഒരു ഇക്വേഷൻ ബുക്കാണ് നിങ്ങളുടെ കയ്യിൽ, അങ്ങനത്തെ ഒരു ഷോർട്ട് നോട്ടിൻ്റെ ബുക്കാണ് നിങ്ങളുടെ കയ്യിൽ ഓരോ സബ്ജക്റ്റിനും ഉള്ളതെങ്കിൽ ഡെഫിനറ്റ് ആണ് മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വളരെ ഭംഗി
ഭംഗിയിൽ ബുക്ക് ഉണ്ടാക്കുന്നതിന് പകരം ഇത് ഉപയോഗിച്ച് അതിനകത്ത് വേണ്ട പോയിന്റ്സ് ആഡ് ചെയ്ത് ഓരോ തവണ പഠിക്കുമ്പോഴും ചെയ്തിട്ട് ആ ഒരു നിലയിലേക്കാണ് വെക്കേണ്ടത്. സോ ഇത്തരത്തിലാണ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇനി മുതൽ അങ്ങോട്ടുള്ള പഠനത്തിൽ നമ്മൾ 2.5 മാസം ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ മിക്കവാറും നമ്മുടെ ക്യാപ്സ്യൂൾ പോലെയുള്ള ചെറിയ സമ്മറി ക്ലാസ്സുകൾ കാര്യങ്ങളായിരിക്കും കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. ആൻഡ് ഇത് ഡെഫിനറ്റാണ് നിങ്ങളെ ഉപകരിക്കുക തന്നെ ചെയ്യും. സോ നോട്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നിങ്ങളുടെ അടുത്തുള്ള പ്രിപ്പറേഷനിലേക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ആൻഡ് കൂടുതലായിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടുതൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. വിൽ മീറ്റ് യു ഓൺ അനദർ വീഡിയോ.